സത്യേട്ടാ ഏത് പാട്ടാ പാടുക? ഏത് പാട്ടാ പാടുക? ഒരു പഴയ പാട്ടായിക്കോട്ടെ. പഴയ പാട്ടോ? ഒരു സിനിമ പാട്ട്. പഴയ സിനിമ പാട്ടായിക്കോട്ടെ. ഓർമ്മയുള്ള ഒരു പാട്ട്. ഞാൻ അത് എടുത്തിട്ടേ ഫേസ്ബുക്കിൽ ഇടും. ഇടണം. അപ്പൊ ലോകം മുഴുവൻ കാണും. കാണട്ടെ. മക്കളും പേരക്കുട്ടികളൊക്കെ കാണട്ടെ. എല്ലാരും കാണട്ടെ. എല്ലാരും കാണട്ടെ. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയെന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാരാ 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 വന്നട്ടെ വിരുന്നുകാരാ 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 വന്നട്ടെ. ശരിയായത്? അതെ ശരിക്കും വന്നിട്ടില്ല. ഒന്നുകൂടി പറഞ്ഞോ? അത് മതി. ഇത് മതിയോ? മതി. അതെ നോക്കിട്ടെ. ഇതേ ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പഴേ ഗുളിക കഴിക്കേണ്ട സമയമായി. ഭക്ഷണം കഴിക്കട്ടാ. ഞാൻ വരാം. അടുത്ത പാട്ട് കൂടാ. പിന്നെ അവിടെ നമ്മളെ സുമേഷ് ചേട്ടന്റെ കുട്ടികൾ വന്നിട്ടേ ബർത്ത്ഡേ ആഘോഷം നടക്കുന്നുണ്ട്. അവിടെ പോയിട്ട് കേക്കൊന്നും തിന്നരുത്, ഷുഗർ കൂടും. അതില്ല. ഇതൊക്കെയുണ്ട്, സുഖല്ലേ? കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞില്ലേ ശീതളൻ ചേട്ടൻ്റെ കാര്യം? ഓ ശീതളൻ. ശീതളൻ വയസ്സെത്രയാ? ഇപ്പോ 71. ചെറുപ്പക്കാരനാണ് അല്ലേ? 71. സ്ഥലം എവിടെയായിരുന്നു? പച്ചാളം ബാസിയുടെ ഒക്കെ നാട്. സിനിമയൊക്കെ കാണാറുണ്ടാ? ഇടയ്ക്ക് കാണും അല്ലേ? പുതിയ അഡ്മിഷനാ? ഇത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, മറ്റേ ശീതളൻ. ഞാൻ മൊയ്തു, ഇവിടുത്തെ ആളാണ്. മോനാങ്ങള് അച്ഛൻ്റെ കൂട്ടുകാരനാണത്. അപ്പൊ ശീതളേട്ടൻ ആരുമില്ലേ? ഇപ്പൊ ആരുമില്ല. എന്റെ ശീതളേട്ടാ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോ ഓരോരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി തൊഴിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. മോൻ UK-ലാണ്. പിന്നെ മോള് ഈ അബുദാബി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെയാണ്. അപ്പോ അവൾക്കൊക്കെ തൊഴിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോരാൻ പറ്റില്ല. അപ്പോ എന്നെ ഇപ്പൊ സംരക്ഷിക്കാൻ ആരും ഇവിടെ ഇല്ല. കുറച്ചിടയൊക്കെ പൈസ ഒക്കെ അയച്ചു തന്നിരുന്നു. ഒരു 5-8 വർഷമായിട്ടും അതുമില്ല. ഒരു വരലും കാണലൊന്നുമില്ല. ഒന്നുമില്ല ഇപ്പോ. പിന്നെ ഇപ്പോ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഇവിടെ വരുന്നവരുടെ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. മക്കൾക്കുള്ള ഒക്കെ വാരി കൊടുക്കും. അവസാന ഘട്ടത്തിൽ നോക്കാൻ മക്കളാരും ഉണ്ടാവില്ല. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ കുടുംബം പോലെയാ അവിടെ കേട്ടോ. ഒരു അങ്ങനത്തെ ഒരു സ്ഥാപനം എന്നുള്ളൊരു തോന്നലേ വേണ്ട. മക്കൾക്കൊക്കെ എപ്പോ വേണമെങ്കിലും നിങ്ങളെ കാണാൻ വരാം. ഒന്നും വരില്ല. ഇവിടെ ഒരു സുഖവാസ കേന്ദ്രം പോലെ കണ്ടാ മതി. വേണ്ടല്ല, കായലാണ് മുന്നില്, നല്ല അന്തരീക്ഷ കാറ്റും ഒക്കെ കിട്ടും. അപ്പൊ സുധിയെ, ഞാൻ ശീതളേട്ടനെ കൊണ്ടുപോയിട്ടെ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തട്ടെ, സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. അപ്പൊ ശീതളേട്ടൻ പോയിട്ട് വാ. ഞാൻ ഇവരുടെ പ്രൊസീജിയേഴ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ. വടി വേണം നടക്കാനല്ലേ? മുട്ടുകാലിനൊരു പ്രശ്നം. മരുന്നൊക്കെ കഴിക്കുക, മരുന്നൊക്കെ കിട്ടൂടെ? ഇതുള്ളപ്പോ ഒരു ധൈര്യ. ഇതെന്താ അവിടെ വേണം? ഇതേ ഇതിവിടെ ഈ പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലാ. ഇന്നിപ്പോ ഇവിടുത്തെ ഒരു അന്തേവാസിന്റെ മക്കള് വന്നിട്ടുണ്ട്. മോള് ഡൽഹിയിലും മോൻ സ്വിറ്റ്സർലാൻഡിലാ. ഓരിവിടെ വന്നിട്ട് അച്ഛന്റെ ബർത്ത്ഡേ ആഘോഷിക്കുക. അതിന്റെ സന്തോഷം അത് കാണുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്, പലരും വരും ഇവിടെ. പിന്നെ ശീതളേട്ട അത് കണ്ടോ, ഊഞ്ഞാലാണത്. അത് വൈകുന്നേരം വന്നിരുന്ന് നമുക്ക് ആടൊക്കെ ചെയ്യാം. നല്ല ശുദ്ധ വായു ഇട്ടു,
പിന്നെ യോഗ ഉണ്ട് കേട്ടോ ഇവിടെ. അതെ, ഇവിടെ വരാനൊരു യോഗം ഉണ്ടാവും. അതല്ല യോഗല്ലേ, യോഗ മെഡിറ്റേഷൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. രാവിലെ വൈകുന്നേരം ചെയ്യൂ. വായിക്കുന്നവർക്കൊക്കെ ചെയ്യാം. അതെ അല്ലേ? നമുക്കേ ഇവിടുത്തെ കുറച്ച് ആൾക്കാരുണ്ട്, അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. അതേ, നമുക്ക് പുതിയൊരു അതിഥി ഉണ്ടെന്ന് കേട്ടോ, ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നാ ഞാൻ. ശീതളം സാറല്ലേ? അറിയോ? സത്യശീലൻ. എന്താ ഉണ്ണി ഈ പറയണത്? താൻ പോയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിരിവിട്ടുന്ന സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം പ്യാരി പോയിട്ട് തിരിച്ചുകൊണ്ടുവന്ന കാശ് എത്ര അറിയോ? അല്ലല്ല, വളരെ മോശമാണ്. ഇതിപ്പോ 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഇവിടുത്തെ സ്ഥിതിഗതികൾ അറിയാണ്ടാണ് നിങ്ങക്ക്. പാവങ്ങളുടെ പേരും പറഞ്ഞ് നാട്ടുകാരെ കയ്യിൽ നിന്ന് പണം മുഴുവനും പിടികിട്ട് നക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഈ തൊഴുത് കൊടുത്ത് കിടത്തിരിക്കുകയാണ്. കള്ളപ്പന്നി. ഞാനവിടെ കിടക്കും. സുഖേട്ടാ, സുഖേട്ടാ, കുറച്ച് നീ കിടക്ക്. അങ്ങോട്ടാ കുറച്ച് നീങ്ങ, തന്റെ ഒതുക്കി വെക്ക്. കുറച്ച് നീങ്ങടെ സ്ഥലം ഉണ്ടല്ലോ, കുറച്ച് വയറങ്ങട് നീക്കി. അതിന്റെ സത്യ കുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ. ഇച്ചിരി ഒന്ന് ആയിന്ന് പറഞ്ഞ വീഴാതെ എന്നാ പിന്നെ ഞാൻ തല്ലത്ത് കിടക്കാം. എന്താണ് സമാധാനമായിട്ടൊന്ന് കടക്കാക്കിലേക്ക്. അയ്യോ സുഖേട്ടാ, 10-15 ദിവസം ഈ തൊഴുത്തിന്റെ ഉള്ളിൽ കിടക്കാൻ തുടങ്ങിട്ടല്ലേ? ആ ഓട് പൊട്ടിയതൊന്ന് മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എന്താ അവർക്ക് ഒരാളെ കിട്ടാത്തത്? അപ്പൊ ഇവിടെ കിടന്നോളെന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, ആശാര്യ കിട്ടിയില്ല എന്ന് പറഞ്ഞു. ആശാര്യ കിട്ടിയില്ല എന്ന് പറഞ്ഞു ശീതളൻ സാറ്. ഇതൊക്കെ ഓരോ നുണകള് പറയാണ് നമ്മളോട്. എന്റെ സത്യ, ഇവിടെ ഇപ്പൊ എന്താണ് ഒരു കുഴപ്പം? നല്ല സുഖമല്ലേ ഇവിടെ കിടക്കാൻ? നല്ല സുഖമല്ലേ, പിന്നെ എന്തിനാ വഴക്കുണ്ടാക്കണത്? നല്ല സുഖമായിട്ട് ഇവിടെ കിടക്കാം. മാത്രല്ല സത്യ, വേറൊരു കാര്യം, ഇതിപ്പോ 4-5 പശുക്കൾ കിടന്ന തൊഴുത്താണ്. അവിടെയാണ് നമ്മൾ വെറും 3 പേര് കിടക്കണത്. ഒരുമ ഉണ്ടെങ്കിൽ തൊഴുത്തിൽ അന്തസ്സായിട്ട് കിടക്കാം നമുക്ക്. ആ ഓട് മാറ്റി അതിന്റെ ഉള്ളിൽ സുഖമായിട്ട് കിടന്നുകൂടെ? പിന്നെ ഈ തൊഴുത്തിൽ തന്നെ കിടക്കണത് എന്തിനാ? അവിടെ കിടന്ന ഇതുപോലെ നല്ല ശുദ്ധ വായു കിട്ടൂലല്ലോ. ഇത് നല്ല സുഖമല്ലേ സത്യ? അത് മോശമായി. അതെ, ഒന്നും കൂടി ഊർജിതമായിട്ട് കാര്യങ്ങൾ പറയൂ. പിന്നെ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിക്കാനുള്ള ഒരു യുക്തി കാണിക്കൂ. ആയിക്കോട്ടെ. അതെ, സംഗതികൾ ഉഷാറാവട്ടെ. ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ. എന്തായി പേര്? ശിവട്ടാ, 2 ദിവസത്തെ കളക്ഷൻ 56,230. എത്ര ദിവസത്തെ? 2 ദിവസം. ഇന്നലെ പറയണേ. പഴയ പോലെ കളക്ഷൻ കിട്ടണില്ല. ഒന്നാമത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മനസാക്ഷിയുള്ള ആളുകളൊക്കെ ഇപ്പൊ വീതിച്ച് കൊടുക്കാൻ തുടങ്ങി. ഞാനിപ്പോ ആ ഉണ്ണി സംസാരിച്ചിട്ട് ആകെ ഭ്രാന്ത് വന്നിട്ട് ഇരിക്കുക. ഞാൻ ഇത് എങ്ങനെ ഒപ്പിച്ചു പോകുന്നു വിചാരിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിയില്ലേ നിങ്ങൾക്കൊക്കെ? അതെ, 1-2 പരാതികള് ജനങ്ങളുടെ ഇടയിൽ ചെന്നിട്ടുണ്ട്. എന്ത് പരാതി? കഴിഞ്ഞ 19-ാം തീയതി മറ്റേ ആസാദ് സാറില്ലേ ഹൈക്കോടതിയില, പുള്ളിയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ബിരിയാണി കൊടുക്കാൻ വേണ്ടിയിട്ട് 25,000 രൂപ തന്നല്ല. പക്ഷെ അന്ന് ഇവിടെ പരിപ്പും ചമ്മന്തിയൊക്കെ ആയിരുന്നു ആരോ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? അന്ന് കൊടുത്തത് നമ്മൾ വേറെ ദിവസം തന്ന ആളുടെ. ഇതിപ്പോ അന്നത്തെ ദിവസം തന്നെയല്ലല്ലോ നമ്മൾ കൊടുക്കണേ. നമ്മുടെ പേരും പറഞ്ഞിട്ട് നമ്മുടെ ക്ഷേമത്തിനാന്ന് പറഞ്ഞിട്ടാണ് പുറത്തു പോയിട്ട് ആളുകളുടെ കയ്യിൽ നിൽക്കേണ്ട പൈസ മുഴുവനും വാങ്ങിക്കുന്നത്. എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലും നല്ലത് ചെയ്തു തരണ്ടേ? നമ്മളതാ ഈ തൊഴുത്ത് കൊണ്ടുവന്ന് ഇട്ടിരിക്കല്ലേ, അതെന്തെങ്കിലും ചോദിക്കാത്തത്? ഞാൻ പൊന്നുപോലെ വളർത്തിയ എന്റെ മക്കള് വയസ്സാം കാലത്ത് ഇന്നെ എവിടെ കടത്തിയെന്നറിയോ? നായക്കൂട്ടില.
അല്ല അത് വെച്ച് നോക്കുമ്പോ സുഗതന് പ്രൊമോഷനാണ്. നായക്കൂട്ടയെന്ന് പശുത്തൊഴുത്തിലോട്ട് എത്തിയില്ലേ, അതല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കിത് സൗകര്യമല്ലേ സത്യ. നിങ്ങൾ പിരിക്കാൻ പോകുന്ന ഓരോ പ്രദേശവും കൃത്യമായിട്ടാണെന്ന് തിട്ടപ്പെടുത്തിയിട്ടാണ് ഞാൻ നിങ്ങളെ വിടണേ. ശീതളന്റെ ഞാൻ ഇതൊക്കെ പോയിട്ടുള്ള സ്ഥലങ്ങളാണെന്നേ. അവിടെ എങ്ങനെ ഇത് ദാരിദ്ര്യം കാശ് കൂടുതൽ കിട്ടിയാലേ എനിക്ക് 3% കിട്ടുള്ളൂ. എനിക്കതറിയാലോ. അതെ. ഞാൻ കുറച്ച് പിരിക്കുവോ മനഃപൂർവ്വം? ഞാൻ ദേഷ്യപ്പെടില്ല. നിങ്ങൾ സംസാരിക്കണ കാര്യങ്ങളൊന്നും കൂടിയൊക്കെ ഇപ്പൊ കുറെ കൂടിയൊക്കെ അപ്ഡേറ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ എടുത്തിടണം. എന്റെ ശീതള ഞാൻ അവരോട് വൃത്തിയായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്ര അന്തേവാസികളുണ്ട്, ഇത്രയും ദരിദ്രരാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്ര രൂപ, ഉച്ചക്ക് ഫുഡിന് ഇത്ര രൂപ, ഇവരെ തേച്ചൊരിച്ച് കുളിപ്പിക്കാൻ ഇത്ര രൂപ, ഒരു ദിവസം ഇത്ര രൂപയാണ് നമുക്ക് ചെലവ് എന്നൊക്കെ പറഞ്ഞിട്ട് കടകാലിട്ട് അടിച്ചിട്ടാണ് ഇതെങ്കിലും കിട്ടിയത്. ശീതളേട്ടൻ എന്താ ആ വർത്താനം പറയണത്? അല്ല അതല്ലാന്ന് ഞാനിപ്പോ എങ്ങനെ തള്ളി നീക്കി. ഒന്നാമത്തെ നന്മയുള്ള ആളുകൾ കുറഞ്ഞു വരണേണ്. ഒരുപാട് ടൈപ്പ് സ്ഥാപനങ്ങൾ ഇതുപോലത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നമുക്ക് തന്ന ഇഡ്ഡലിങ്ങൾ കഴിച്ചോ? ഇഡ്ഡലി കഴിച്ചു. പുളി ഉണ്ടായിരുന്ന പുളി പുളി ഉണ്ടായിരുന്നു. അത് 2-3 ദിവസം മുമ്പത്തെ മാവാണ്. അതന്നെയാണ് വീണ്ടും ഇഡ്ഡലി ആക്കിയിട്ട് നമുക്ക് കൊടുത്തു തരണത്. അതെ. അത് ചോദിക്കണ്ടേ? അല്ല ഞാനേ വീട്ടിലെനിക്ക് രാവിലെ ഒന്നും തരാറുണ്ടായിരുന്നില്ല കുട്ടികൾ. അല്ല ഞാൻ പിന്നെ കഴിച്ചപ്പോ ഇഡ്ഡലിയിൽ ഞാൻ എന്ത് അറിയാമോ, ചമ്മന്തിയിൽ ഇച്ചിരി ഉപ്പ് കൂടുതലിട്ട് എന്നിട്ട് അതിൽ കുട്ടി കുരവിയപ്പോ പുളി അറിഞ്ഞില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു സത്യം. അല്ല ഇതേണ്ട ഇതാ ബ്രഹ്മകുഞ്ചായിട്ടിന് പനിയായിട്ട് പകർച്ചപ്പനിയായിട്ട് എത്ര ദിവസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് ആശുപത്രി കൊണ്ടുവരുന്നെങ്കിൽ എത്ര തന്ന് അത് ചെയ്യുന്നുണ്ടോ? അല്ല അങ്ങനെ പറയല്ലേ സത്യ. ബ്രഹ്മന് മരുന്ന് കൊടുത്തല്ലോ. അതായത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വച്ചയും തുളസിയിലേയും കൂടെ ഞാൻ കൊടുത്തായിരുന്നു. അത് ഞാൻ കണ്ടാണ് കൊടുക്കണം. ഞാൻ രാമൻകുട്ടിയായിട്ട് മറ്റേ ഇത് കൊടുത്തു, ചെറുകടലോടകം ഉള്ളിയും ചായച്ചു കൊടുത്തു. ഇന്ന് ചായക്ക് പാല് പാർന്ന ചായ അല്ല ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കില്ല, നിങ്ങളും ചായ കുടിക്കാൻ പാടില്ല. അത് വേണ്ടെന്ന് പറഞ്ഞ പിന്നെ ചായ കിട്ടിയില്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കരുതെന്ന്. കട്ടൻ ചായ കുടിക്കണ്ട, പാല് പാർന്ന ചായ തരട്ടെ. അല്ലെങ്കിൽ അത് ഞാൻ ചോദിക്കാൻ ചായ നല്ലതല്ലേ. കഴിഞ്ഞ വർഷം 1.5 കോടി ഉറുപ്പിക നീക്കിരിപ്പുണ്ടായിരുന്ന ആ സ്ഥലത്താണ് ഇപ്പൊ ഈ പറയണതേ. എന്താണ് ആ സത്യശീലൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. എന്താണ് ആ സത്യശീലും ഗ്യാങ്ങോട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്താ പ്രശ്നം? അയാൾ ആലയെ കിടത്തിന്ന് പറഞ്ഞിട്ട് ഇയാളെ കൊണ്ട് സ്വൈര്യല്ലാണ്ടായിരിക്കട്ടോ. അയാളെ ഞാൻ തല്ലി ഞാൻ കൊല്ലും. അതുണ്ടാവുക. അവിടെ കിടത്താൻ പറ്റാത്തൊരവസ്ഥ വന്ന് വേറെ 1-2 പേര് വന്നപ്പോ അപ്പൊ തൽക്കാലം ഇവർക്ക് ഇവിടെ പരിചയമുള്ളവരെല്ലാം വെച്ചിട്ട് ഒന്നങ്ങോട്ട് മാറ്റി തന്നെയാണ് ഇപ്പൊ വേളം ഉണ്ടാക്കണത്. ഞാനേ ഒന്ന് സംസാരിച്ചിട്ട് വരെ തരിക്കിട്ടാ. ഞാൻ വരും ഒന്ന് പറഞ്ഞിട്ട് വരെ. എന്തിനാ അയാളുടെ പുറകെ കിടന്ന് ഓടണ എപ്പോഴും? എന്താണ് അയാൾക്ക് കാശുണ്ടാക്കി കൊടുത്താൽ മതി ആയുസ് മുഴുവൻ. എന്തിട്ടൊക്കെ പറയണേ? എന്താ ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ച? എന്ത് കാര്യം? എടി പുതിയ ഓൾഡ് ഏജ് ഹോം നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങണ കാര്യം ഞാൻ പറഞ്ഞില്ലേ? അതിനെ കുറിച്ച് എന്താ നീ ആലോചിക്കാത്തത്? നടക്കണ കാര്യമാണോ? പിന്നെ നടക്കണ കാര്യമല്ലേ? കുറെ അന്തേവാസികളെ റോട്ടിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് പിടിച്ചുകൊണ്ടിട്ട് കഞ്ഞിയും പയറും കൊടുത്താൽ പോരെ? ലക്ഷങ്ങൾ പിരിച്ച് തിന്നൂടെ? ഇത് ഇയാൾക്ക് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതിയാ? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ തന്നെ പഴയ സ്ഥലത്തേക്ക് മാറ്റണം. അതന്നെ എന്താ മാറ്റാത്തത്? കുഴപ്പമില്ല ഇവിടെ. അതേ എന്റെ സത്യശീല, തന്നോട് ഞാൻ പലതവണയായി പറയണു, വെറുതെ ആവശ്യമില്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. എടി ആദ്യം കെട്ടിടം നമുക്ക് വാടകയ്ക്ക് എടുക്കാം. എന്നിട്ട് കുറച്ച് പേരായിട്ട് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ ആളുകൾ സംഭാവന തരാൻ മനസ്സുള്ളവരുണ്ട്. ഒരു 6 മാസം കഴിയുമ്പോൾ കുറച്ച് സ്ഥലം എവിടെയെങ്കിലും മേടിക്കാം. എന്നിട്ട് പതുക്കെ നമുക്ക് കെട്ടിടം വെക്കാം. ഇനി കെട്ടിടം വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ സ്പോൺസർ ചെയ്ത് തരൂലേ? പിന്നെ കാറായി, ബംഗ്ലാവായി, നന്മമരത്തിനുള്ള അവാർഡായി, അടിപൊളിയായിട്ട് നമുക്ക് ജീവിക്കാം. അല്ലാതെ ഇവിടെ കിടന്ന് ഈ കഞ്ഞിയും പയറിൽ നിന്ന് ചാവും. ഇപ്പൊ ഞങ്ങളുടെ ഈ പേരും പറഞ്ഞിട്ട് ഇപ്പൊ സാറ് പുറത്തിറങ്ങിയിട്ട് പൈസ പിരിക്കണില്ലേ? ആ പിരിക്കണില്ലേ? എന്താ പറയണേ? ആ പിരിക്കണില്ലേ? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. എത്ര പേര്? ഇവർക്ക്